ഇറ്റ്സ് മീ സബിത ജാൽസ് ഫ്രം പുത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് സൽവാർ സൂട്ടുകളുടെ തന്നെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ഒരു റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സൽവാർ സൂട്ട് വന്നിരിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സോഫ്റ്റ് ഓർഗൻസയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 1879 രൂപയാണ്. 1879 ആണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9467 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. കണ്ടു നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സ്മോക്ക് ഗ്രേ കളറിലാണ്. ഞാനത് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഈ സോഫ്റ്റ് ഓർഗൻസ തന്നെ ഫുൾ ആയിട്ടും ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. യോക്ക് പാർട്ടിലേക്ക് പോകുമ്പോൾ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് പോയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന്. നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിൽ കൊടുക്കാവുന്ന പോലെയാണ് ഇതിന്റെ എംബ്രോയിഡറി വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ സെൽഫ് ആയിട്ടുള്ള സീക്വൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ ഇതിനകത്തുള്ള പ്രിന്റ് നിങ്ങൾക്ക് കാണാം. സെൽഫ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഈ സോഫ്റ്റ് ഓർഗൻസ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതിനകത്ത് ആ ഫാബ്രിക്കിന്റെ ഒരു ഡിസൈൻ കാണാൻ സാധിക്കും. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പാർട്ട് വരുന്നത്. ഇപ്പൊ ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ നോർമലി കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഓർഗൻസ അല്ല. ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പോലത്തെയാണ്. അപ്പൊ കുറച്ചും കൂടി മണ്ണൊക്കെ ഉള്ളവർക്ക് ആയാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന പോലെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ദുപ്പട്ട കാണാം. ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ, സെയിം ഇതിൽ തന്നെയാണ്, സെയിം കളറിൽ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല കുറച്ചും കൂടി ചെറിയ പ്രിന്റുകളാണ് ഇതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻസും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സ്കാലപ്പും ചെയ്തിട്ടാണ് രണ്ട് സൈഡും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ഇതിന്റെ കൂടെ തന്നെ സാൻഡൂണിലുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇതിന്റെ കൂടെ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ക്രേപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലൈനിങ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെറ്റിന്റെ കൂടെ വിത്ത് ലൈനിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 1879 ആണ്. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡിലാണ്. സെയിം തന്നെ ക്ലോസിലേക്ക് കാണിച്ച് ലെങ്തി ആക്കുന്നില്ല. ഇത്ര നേരം കണ്ടതുപോലെ തന്നെ ഇതിനകത്ത് പോയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ളത്. ദുപ്പട്ട വന്നിരിക്കുന്നതും സോഫ്റ്റ് ഓർഗൻസയിൽ തന്നെയാണ്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ. അതുപോലെ ഇതിന്റെ സാൻഡൂണിലുള്ള ബോട്ടം ആണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 1879 ആണ്. ഈ സെറ്റിന്റെ കൂടെയും ലൈനിങ് ഇൻക്ലൂഡഡ് ആണ്. ലൈനിങ് വന്നിരിക്കുന്നത് ക്രേപ്പ് ഫാബ്രിക്കിലാണ്. നമ്മളിപ്പോ കാണുന്ന സെറ്റിന്റെ എല്ലാം കൂടെ സെയിം കളറിലുള്ള ക്രേപ്പ് ഫാബ്രിക്കിലുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ എല്ലാത്തിലും കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാൻഡൂണിലുള്ള ബോട്ടം ആണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതിനകത്തുള്ള എംബ്രോയിഡറി വർക്കും കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. സീക്വൻസ് ചെറുതായിട്ട് പോകുന്നുണ്ട്. ദുപ്പട്ട നമുക്ക് നോക്കാം. ദുപ്പട്ടയും സോഫ്റ്റ് ഓർഗൻസയിൽ തന്നെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കോട് കൂടിയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ആ ഒരു മെഷീൻ എംബ്രോയിഡറിയും സീക്വൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് സാൻഡോണിൽ തന്നെ. ഇതിന്റെയും കൂടെ സെയിം കളറിലുള്ള ക്രേപ്പിലുള്ള ലൈനിങ് അവൈലബിൾ ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 1879 ആണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrands.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ID വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം റിപ്ലൈ വന്ന് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിന്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിൽ ഇല്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബോവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പില് സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8 o'clock വരെയാണ്. വീഡിയോ ഔട്ട് ആവുന്നത് ഞാൻ റണ്ണിങ് ഫാബ്രിക്കിന്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആവുന്നത്. 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയും പിന്നെ സാരി, സൽവാർ, കോട്ടൺ സൽവാർ സെറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേ അധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.